ഇതിൽ ഈ പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന കഥ ഒരുപക്ഷെ MT ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ടാമത്തെ വരവ്, അദ്ദേഹത്തിൻ്റെ കഥാലോകവുമായുള്ള രണ്ടാമത്തെ വരവ്, അത് ഏറ്റവും മികച്ച കഥ എന്ന് പറയാൻ ഒരുപക്ഷെ സാധ്യമല്ലാത്തൊരു കഥയാണ് പെരുമഴയുടെ പിറ്റേന്ന്. മറ്റേ ഷെർലക്ക് പോലെ അല്ലെങ്കിൽ മറ്റേ ശിലാലിഖിതങ്ങൾ പോലെ ഒരു ഒന്നാന്തരം കഥ എന്ന് ഞാനൊരു പക്ഷേ ഈ കഥയെ വിളിക്കില്ല. പക്ഷേ ഈ കഥയ്ക്കകത്തും MT എന്ന് പറയുന്ന രാജശില്പിയുടെ കരവിരുത് കൃത്യമായിട്ട് കാണാം. ഈ കഥയുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വജീവിതമാണ് MT കഥയ്ക്കുള്ള ഇന്ധനമായി സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സ്വന്തം ജീവിതം ആണ് കഥയുടെ ഇന്ധനമായി സ്വീകരിക്കുന്നത്. ഈ കഥ മറിച്ചിട്ടാൽ പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന ഈ കഥ സൂക്ഷ്മമായി ഒന്ന് മറിച്ചിട്ടാൽ MTയുടെ തന്നെ ജീവിതമാണ്. പക്ഷേ MTയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു തുണ്ട് ഇതിനകത്തുണ്ട്, അത്രേ പറയാനാവും. MTയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ MT അനുഭവിച്ചു പോകുന്ന ജീവിതം മുഴുവൻ കഥയിലേക്ക് വന്നു എന്നല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുണ്ട് ഇതിനകത്തുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ചെറിയ തരി സ്വർണം കൊണ്ട് ഒരു വലിയ ആഭരണം ഉണ്ടാക്കുന്നത് പോലെയാണ് അദ്ദേഹം ഈ കഥ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കഥ ഞാൻ പറയുന്നില്ല. ബോംബെയാണ് കഥയുടെ പശ്ചാത്തലം. ബോംബെ എന്ന് പറയുന്ന തിരക്ക് പിടിച്ച നഗരമാണ് കഥയുടെ പശ്ചാത്തലം. ഒരുപക്ഷെ MT നഗര പശ്ചാത്തലത്തിൽ എഴുതിയ അപൂർവം കഥകളേ ഉള്ളൂ. വളരെ കുറച്ച് കഥകളേ ഉള്ളൂ നഗര പശ്ചാത്തലത്തിൽ അദ്ദേഹം. നഗരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മെട്രോപൊളിറ്റൻ സിറ്റി. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തെ നമുക്ക് അങ്ങനെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അന്നത്തെ ഒരു കണക്കനുസരിച്ചിട്ട് കൂടല്ലൂർ എന്ന് പറയുന്ന ഗ്രാമം, കോഴിക്കോട് എന്ന് പറയുന്ന നഗരം, അങ്ങനെ വേണം പറയാം. പക്ഷേ യഥാർത്ഥ നഗരത്തിൻ്റെ സ്വഭാവമുള്ള നഗരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥ വളരെ കുറച്ചേ വന്നിടും. അതിലൊരു കഥയാണ് അവസാന കാലത്ത് വന്നിട്ടുള്ള ഈ കഥ, പെരുമഴയുടെ പിറ്റേന്ന്. അസാമാന്യമായ നിരീക്ഷണങ്ങളാണ്. ഒരുപക്ഷെ ബോംബെയിൽ കാലങ്ങളോളം ജീവിച്ചു പോകുന്ന ഒരാൾക്ക് സാധ്യമല്ലാത്ത രീതിയിൽ ബോംബെ ഈ കഥയ്ക്കകത്ത് വരുന്നുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില ഇപ്പം നമ്മൾ പറയില്ലേ, ചിത്രം വരയ്ക്കുമ്പോൾ ബ്രഷ് സ്ട്രോക്ക് എന്ന് പറയും. അപൂർവമായ വളരെ നേർത്ത ചില ബ്രഷ് സ്ട്രോക്കുകൾ കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള ഡയമെൻഷൻസിൽ വ്യത്യാസം വരുത്തുന്ന ചിത്രകാരന്മാരുണ്ട്. അതേപോലെ ഒരു ചെറിയ പ്രയോഗത്തിലൊക്കെ നഗരത്തെ കൃത്യമായിട്ട് അനുഭവിപ്പിക്കുന്ന ചില സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താ പറയുക, ഹോട്ടലിലേക്ക് പോകുന്ന ഈ ആഖ്യാത കഥ പറയുന്നയാൾ, കഥ അറിയാലോ, നഗരത്തിൽ ചെന്നപ്പെട്ട നഗരത്തിൽ ജീവിക്കുന്ന ഒരു ചിത്രകാരൻ. അയാൾ നാട്ടിൽ നിന്ന് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അയാൾ വലിയ ചിത്രകാരനാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അയാൾ പാരീസായിരുന്നു. അയാളുടെ ചിത്രകാരന്മാരുടെ മുഴുവൻ പറുദീസ പാരീസാണല്ലോ. വലിയ ചിത്രകാരന്മാരുടെ മുഴുവൻ പറുദീസ പാരീസാണ്. ചിത്രകാരന്മാരുടെ പറുദീസ പാരീസാണ്. വലിയ ചിത്രകാരന്മാരെ കുറിച്ചുള്ള റെഫറൻസസ് കഥയ്ക്കകത്തുണ്ട്. വൻഗോഗിനെ പോലെയുള്ള ചിത്രകാരന്മാരെ കുറിച്ചുള്ള റെഫറൻസസ് ഉണ്ട്. ഹുസൈനെ പോലെയുള്ള ചിത്രകാരന്മാരെ കുറിച്ചുള്ള റെഫറൻസ് കഥയ്ക്കകത്തുണ്ട്. ഇയാൾ വലിയ ചിത്രകാരനാവും എന്ന് പ്രതീക്ഷിക്കുകയും മോഹിക്കുകയും എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്തിരുന്ന ഒരാളാണ്. അയാൾ ഓൺ ദ വേ ടു പാരീസ്. അയാൾ കുറച്ചു കാലം ബോംബെയിൽ തങ്ങുന്നു. ബോംബെയിൽ തങ്ങുന്ന അയാൾ ഇത്തരം വിശദീകരണങ്ങളൊന്നും കഥയ്ക്കകത്തില്ല, കഥയിൽ നമ്മൾ വായിച്ചെടുക്കുന്നതാണ്. അയാൾ ബോംബെയിൽ തങ്ങുന്നു. ബോംബെയിൽ തങ്ങുന്ന കാലത്ത് അയാൾ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിലെ പെൺകുട്ടി ഗർഭിണിയാവുന്നു. അയാൾക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. അയാൾക്ക് നാട്ടിൽ പക്ഷേ ഒരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. വളരെ നേർത്ത ഒരു വിശദീകരണമേ ഉള്ളൂ നാട്ടിലെ ഭാര്യയെക്കുറിച്ച് ഒരു വിശദീകരണവും കഥയിലില്ല. നാട്ടിലെ മകൻ വളർന്നു വരുന്നതിനെക്കുറിച്ച് ഒരു ചെറിയ പരാമർശമേ ഉള്ളൂ. അവൻ്റെ കാര്യങ്ങൾ അമ്മാവൻ നോക്കുന്നുണ്ട് എന്നൊരു ആശ്വാസം ഒരു പരാമർശമേ ഉള്ളൂ. കഥ തുടങ്ങുന്നത് ഈ മകൻ വിദേശത്ത് നിന്ന് വരികയാണ്. ഫ്രാൻസിൽ നിന്ന് വരികയാണ്. അയാൾ വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ പോവുകയാണ്. എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോകുന്ന അച്ഛനാണ്, ഈ ചിത്രകാരനായ അച്ഛനാണ്. അയാൾ എയർപോർട്ടിലേക്ക് പോകുന്ന
എയർപോർട്ടിലേക്ക് പോകുന്ന അയാൾ ഒരു ടാക്സി വാടകയ്ക്ക് വിളിക്കുന്നു. ആ ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആൾ മലയാളിയാണ്. അയാളവിടെ എന്താ പറയുക, ബോംബെയിൽ ചെറിയ ബിസിനസ്സൊക്കെ നടത്തി കൊണ്ടിരിക്കുന്ന ആളാണ്. അയാളവിടെ ഒരു എന്താ ഇബ്രാഹിം കുട്ടി എന്നു പേരുള്ള ഒരാൾ, അയാളവിടെ ഒരു ഹോട്ടൽ പോലത്തെ ഒരു സംവിധാനം നടത്തുകയാണ്, റഹ്മാനിയ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. ആ നഗരത്തിൽ കടന്നു പോയിട്ട്, നഗരത്തിലൂടെ ബോംബെ പോലത്തെ, ഡൽഹി പോലത്തെ, കൽക്കത്ത പോലത്തെ നഗരങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് നഗരബോധം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സാധനം ഇതിനകത്ത് വളരെ നേരത്തെ പറഞ്ഞ ഒരു ലൈറ്റ് ബ്രഷ് സ്ട്രോക്ക് പോലെ ഇങ്ങനെ തേച്ച് പോകുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഇപ്പം എന്താ പറയുക, ഈ റഹ്മാനിയയുടെ ബോർഡ് തുരുമ്പിച്ച് വള്ളിയും പുള്ളിയും യായിൽ പകുതിയും കാണാതായിരിക്കുന്നു എന്ന് പറയുന്ന 3 ഭാഷയിൽ എഴുതിയ ബോർഡ്, അത് ഈ നഗരത്തിൻ്റെ ഒരു ദൃശ്യമാണ്, വളരെ കൃത്യമായ ദൃശ്യം. ഈ കഥയുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സംഗതി, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഴ വരും എന്ന് കാലാവസ്ഥ പ്രവചിച്ചു നിൽക്കുന്ന സമയമാണ്. ചാറ്റൽ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ദിവസങ്ങളാണ്. ചെറിയ മഴകളുണ്ട്, പെരുമഴ വരും എന്ന് ഉറപ്പുള്ള സന്ദർഭമാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം അത് ഏത് നിമിഷവും കരയിലേക്ക് ആഞ്ഞു കയറാം എന്ന ഒരു ഭീതിയിൽ നഗരം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽഡ് ആവുന്ന ഒരു സമയമാണ്. ശ്രദ്ധിക്കണം, ഈ കഥ വരുന്ന സമയത്ത് 2090 മധ്യത്തിലാണ് ഈ കഥ വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കഥ വരുന്ന സമയത്ത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഴ എന്നൊക്കെ വായിക്കുമ്പോൾ കഥയ്ക്ക് വേണ്ടി MT ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം മാത്രമാണല്ലോ എന്ന് കരുതുകയും, അങ്ങനെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഴ നമ്മളൊന്നും കാണുകയോ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരികയില്ല എന്ന ഒരു അബോധം കഥ വായിക്കുമ്പോൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പിന്നീട് നൂറ്റാണ്ടിലെ എക്കാലത്തെയും ഏറ്റവും വലിയ 2 പ്രളയങ്ങൾ ഈ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും അനുഭവിച്ച് തീർത്തപ്പോൾ ഈ കഥയ്ക്കകത്തെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കത് വായിക്കുമ്പോൾ ആ അന്തരീക്ഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ അനുഭവിച്ചു പോന്ന നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിൻ്റെ മഴയുടെ കാലം. അങ്ങനെ ഒരു ദിവസമാണ്. ഇയാൾ ചിത്രകാരനാണ് എന്ന് പറഞ്ഞല്ലോ, പക്ഷേ അയാളിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അയാൾ വലിയ ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുന്ന വലിയ ചിത്രങ്ങൾ വരയ്ക്കുമെന്നും വലിയ ചിത്ര പ്രദർശനങ്ങൾ നടത്തുമെന്നും ലക്ഷങ്ങൾക്ക് ചിത്രങ്ങൾ വിൽക്കുമെന്നും MF ഹുസൈനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ചിത്രകാരന്മാരെ പോലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രകാരന്മാരെ പോലെ അയാൾ വലിയ ചിത്രകാരനാവുന്നൊക്കെ സ്വപ്നം കണ്ട അയാൾ അവിടെ ഒന്നും എത്താതെ ബോംബെയിലെ ഒരു സാധാരണ പത്രത്തിൻ്റെ അകത്തെ ഈ ഇല്ലസ്ട്രേറ്ററായിട്ട് ചുരുങ്ങുകയാണ്. അയാൾ ഈ കുട്ടികളുടെ ചിത്രത്തിന് കോമിക്സിൻ്റെ ചിത്രത്തിന്, അപ്പോൾ മറ്റേ നമ്മൾ പറയില്ലേ മിക്കി മൗസ് എന്നൊക്കെ പറയില്ല, അതേപോലെ കോമിക്സിൻ്റെ ചിത്രത്തിന് ചായം പുരട്ടലാണ് അയാളുടെ പണി. അതിന് വലിയ ശമ്പളമൊന്നുമില്ല, വളരെ കുറഞ്ഞ ശമ്പളത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. ഒരു പക്ഷേ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതോടുകൂടി അവൾക്ക് അവളുടെ സ്വപ്നങ്ങളും കൂട്ടിവെക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് MT. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ, ഒട്ടും ആർഭാടമില്ലാതെ ബോംബെ പോലെയുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് കിട്ടാവുന്ന ഏറ്റവും ചെറിയ താമസ സ്ഥലത്ത് അയാളും അയാളുടെ 2 മക്കളും 9ാം ക്ലാസ്സിലും അതിലും താഴെയുള്ള രണ്ട് കുട്ടികളുമായിട്ട് അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ മഴ നഗരത്തെ വലച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അയാളുടെ മേശപ്പുറത്ത് അങ്ങനെ ഈ ചിത്രത്തിന് എന്താ പറയുക, പെയിൻറ് ചെയ്യുന്ന ചിത്രകാരൻ എന്ന രീതിയിൽ അയാളുടെ കഴിവുകളൊന്നും തന്നെ പുറത്തെടുക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത, അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് വെറുതെ തൻ്റെ കലാപരമായ എല്ലാ കഴിവുകളെയും ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കഥാപാത്രം. അയാളുടെ മുന്നിൽ ഈ ഓഫീസിൽ ഒരു കത്ത് വന്ന് കിടക്കും, ഒരു ടെലഗ്രാം വന്ന് കിടക്കുകയാണ്. അയാളുടെ മകൻ അപ്പു ഫ്രാൻസിൽ നിന്ന് വരുന്നു, ഇന്ന ഫ്ലൈറ്റിനുണ്ടാവും.
സ്വാഭാവികമായിട്ടും അയാൾക്ക് അവൻ 3 വർഷം മുമ്പ് ഫ്ലൈറ്റ് കയറിപ്പോയ ഓർമ്മ വരുന്നു. അവൻ ബോംബെയിൽ നിന്നാണ് ഫ്രാൻസിലേക്ക് പോകുന്നത്. അവൻ അറിയിച്ചിരുന്നു. അവനെ അച്ഛൻ ചെന്ന് കണ്ടിരുന്നു, എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ കണക്ഷൻ ഫ്ലൈറ്റിന് സമയമുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ വീട്ടിലേക്ക് വരുന്നില്ലേ? നാട്ടിൽ ഇവിടെ എന്താ പറയുക, ബോംബെയിൽ അപ്പുവിൻ്റെ അച്ഛന് വെച്ചാൽ ഈ ചിത്രകാരനായ ഈ ആഖ്യാതാവിന് ഭാര്യയും 2 മക്കളുമുണ്ട് എന്ന് ഒരു അവ്യക്ത ധാരണയെങ്കിലും മകനുണ്ട് എന്നാണ് അയാളുടെ വിശ്വാസം. അത് എന്തായാലും മകൻ അറിയണമെന്ന് അയാൾക്കുണ്ട്. അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുമുണ്ട്. പക്ഷെ മകനത് വളരെ തന്ത്രപൂർവം എന്നാണോ പറയേണ്ടത്, അതല്ല അലസമായിട്ട് എന്നോ ആണോ പറയേണ്ടത്, അതിന് താല്പര്യമില്ലായ്മ കൊണ്ടാണോ? അയാൾ പറയും ഒരുപാട് ദൂരമില്ലേ അച്ഛൻ ഇവിടുന്ന് താമസിക്കുന്നിടത്തേക്ക് ഇവിടുന്ന് എന്ന് ചോദിക്കുമ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയും, 1 മണിക്കൂർ എന്ന് പറയും. ആ 1 മണിക്കൂർ ദൂരം പോയി വരുമ്പോഴേക്കും മറ്റ് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമാവും, അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട എന്ന് മകൻ അവിടുന്ന് പറഞ്ഞ് അയാൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോരും. ആ തിരിച്ചു പോകുന്നതിന് ശേഷം പിന്നെ മകൻ്റെ കത്ത് വരും. അയാൾ പറയും തിരിച്ചു പോരുന്ന സമയത്ത് മകൻ കൈ നീട്ടും എന്ന് പറയും. ചേർത്ത് പിടിക്കണോ, കൈ കൊടുക്കണോ, എന്തു വേണം മകനോട് എന്നറിയാതെ നിൽക്കുന്ന ഒരച്ഛനാണ് അയാൾ. മകനെ കൈക്ക് ചേർത്ത് പിടിച്ചിട്ട് എന്തൊക്കെയോ വളരെ 3-4 വാക്കുകൾ പറയും. സൂക്ഷിച്ചു പോ, ചെന്നാൽ അറിയിക്ക്, എത്തിയാൽ എന്നെ അറിയിക്ക് എന്നൊക്കെ പറയും. എത്തിയാൽ എഴുത്. അവിടെ നിന്ന് മകൻ ചെന്ന ഉടനെ കത്തയച്ചു. ആ കത്തിന് മറുപടി ഇവിടെ നിന്ന് മറുപടി അയച്ചു. അയക്കുന്ന കത്തിനും മറുപടിയിലുമൊക്കെ ഈ എഴുതുന്ന കാര്യങ്ങൾ വേണ്ടത്ര റിലവൻ്റ് ഒന്നുമല്ല. അങ്ങനെയാണ്. ഒരു കത്ത് എഴുതിയേ പറ്റൂ എന്നതുകൊണ്ടുള്ളൊരു ഒരു കത്ത് അവിടെ നിന്ന് വരണം. അതിൻ്റെ മറുപടി എഴുതിയേ പറ്റൂ എന്ന രീതിയിലുള്ളൊരു മറുപടി ഇവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ ഈ 2-3 വർഷത്തിനിടയിലാണ് അവസാനം ഇവൻ വരുന്നു എന്ന വാർത്ത കിട്ടുന്നത്. അപ്പോൾ ഇയാൾ ഭാര്യയോട് പറയും ഇങ്ങനെ ഇവൻ വരുന്നുണ്ട്, മകൻ വരുന്നുണ്ട്. ആ കുടുംബം മുഴുവൻ ഇവനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അവരുടെ ആ ഇല്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് ഇവനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു രീതിയിലും മകനെ വീട്ടിൽ എന്താ പറയുക അക്കമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാത്ത ആളാണ് ഇയാളും അയാളുടെ കുടുംബവും. ചെറിയൊരു മുറി, ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെൻറ്റാണ്. ചില്ലറ സൗകര്യങ്ങളെ അതിനകത്തുള്ളൂ. മകനെപ്പോലെ ഒരാൾ മറ്റേ ഫ്രാൻസിൽ നിന്ന് വരുന്ന മകനെപ്പോലെ ഒരാളെ ഒരു രാത്രിയൊന്നും അവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ അയാൾ തൊട്ടടുത്ത ആ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തെ താമസക്കാരി മിസ്സിസ് ഡിസൂസ, അവർ പ്രായമേറിയ ഒരു സ്ത്രീയാണ്. അവർക്ക് ആരുമില്ല, മക്കളൊന്നുമില്ല. ആരുമില്ലാത്ത അവർ പക്ഷേ ഇയാളുടെ 2 കുട്ടികളെ മക്കളെ പോലെ തന്നെ അവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന അവർ പറയും ഞാനിവിടെ ഉണ്ടല്ലോ, എൻ്റെ താമസ സ്ഥലമുണ്ടല്ലോ, താമസിക്കാൻ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഈ മിസ്സിസ് ഡിസൂസയുടെ നിർബന്ധം കൊണ്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി ഈ കുടുംബം രാത്രിയിൽ ഇവനെ കാത്തിരിക്കുക. അവരവിടെ കാത്തിരിക്കുമ്പോഴാണ് ഇയാൾ ഇവിടെ നിന്ന് ഇബ്രാഹിംകുട്ടിയുടെ ഈ റഹ്മാനിയ ഹോട്ടലിൽ നിന്ന് അയാൾ ഏർപ്പാടാക്കി കൊടുക്കുന്ന ടാക്സിയും ഡ്രൈവറും ആയി എയർപോർട്ടിലേക്ക് പോകുന്നു. അവിടെ എയർപോർട്ടിൽ ചെന്ന് സമയം ആയിട്ടില്ല, അയാൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. കാത്തുനിന്ന് ഒടുവിൽ മകൻ വന്നിറങ്ങുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും അയാൾ കാറുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയും. മകൻ്റെ കൂടെ ഒരു പെൺകുട്ടി കൂടി വരണം. അവർ വിദേശിയാണ്, ഇംഗ്ലീഷ് കഷ്ടിയായിട്ട് മാത്രം അറിയുന്ന ഒരു ഫ്രഞ്ച് യുവതിയാണ്. അപ്പോൾ ഇയാൾ പറയും ഇത് ബേല, നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ ഇയാൾ പറയും വീട്ടിലേക്ക് പോകാം, വീട്ടിലെല്ലാ സൗകര്യങ്ങളും നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ ഇയാൾ പറയും കണക്ഷൻ ഫ്ലൈറ്റ് ഇതാ തൊട്ടടുത്ത സമയത്താണ്, ഒരുപാട് നേരം കളയാനില്ല, എറണാകുളത്തേക്കാണ് കണക്ഷൻ ഫ്ലൈറ്റ്, ഒരുപാട് സമയം കളയാനില്ല, നമുക്ക് ഹോട്ടലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് മകൻ അച്ഛൻ കൊണ്ടുവന്ന ടാക്സിയിൽ തന്നെ അവർ മറ്റേ ഫ്ലൈറ്റ് കമ്പനി
ചാർട്ട് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോകുന്നു. അവരവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു. ഈ പെൺകുട്ടിയൊത്ത് അയാൾ റൂമിലേക്ക് പോകുന്നു. അച്ഛൻ കൂടെ പോകുന്നു. അവിടെ വെച്ച് ഇയാൾ അച്ഛനോട് പറയുന്നില്ല, പറയാൻ വിട്ടുപോയി, ബേല, ഞാനും ബേലയും കഴിഞ്ഞ മാസം വിവാഹിതരായി, ആരെയും അറിയിച്ചിരുന്നില്ല, വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഫോട്ടോസൊക്കെ ഇവിടെ കാണണം എന്ന് പറഞ്ഞിട്ട് ബേലയുടെ ബാഗിൽ നിന്ന് അയാൾ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കും. തിരിച്ചൊന്നും പറയാനില്ലാത്ത ഒരച്ഛൻ, അങ്ങനെ തിരിച്ചൊന്നും പറയാനില്ലാത്ത ഒരച്ഛൻ. മകൻ വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി. മകൻ ഒരിക്കലും തൻ്റെ വീട്ടിലേക്കോ തൻ്റെ ഭാര്യയെയോ മക്കളെയോ അയാളുടെ തന്നെ രക്തം എന്ന് പറയാവുന്ന മക്കളെയോ ഒരിക്കലും അയാൾ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നും അയാൾ വരികയില്ല എന്നും കാത്തിരിക്കുന്നതൊക്കെ വെറുതെയാണ് എന്നും തിരിച്ചറിയുന്ന അച്ഛൻ അയാൾ ഇറങ്ങിപ്പോരാം. അവിടുന്ന് യാത്ര പറഞ്ഞ് പോരുമ്പോൾ ശരി എന്നാൽ അച്ഛൻ പോയിക്കോളൂ, നടന്നോളൂ എന്ന് പറയുന്ന മകനെ നോക്കി അയാൾ തിരിച്ചു പോരുന്നതിന് മുമ്പ് ഇന്ത്യ കാണാൻ ഒരുപാട് താല്പര്യമുള്ള ബേല അവർ തിരിച്ചു പോകുമ്പോൾ ഇതുവഴി തന്നെ ആവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആവില്ല, തിരിച്ചു പോകുന്ന ഡൽഹി വഴിയായിരിക്കും, ബേലയ്ക്ക് ഡൽഹി കാണണം എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഒരു പക്ഷേ മകനെ കാണുകയില്ല എന്നറിയുന്ന അച്ഛൻ തിരിച്ചിറങ്ങി പോരുമ്പോൾ ആ പെൺകുട്ടി ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവാത്ത, മറ്റൊരു ഭാഷയും മനസ്സിലാവാത്ത ആ പെൺകുട്ടി ഇയാളുടെ കാൽക്കൽ വീഴുകയാണ്. ഇയാൾ ആകെ തരിച്ചു നിൽക്കുമ്പോൾ നമസ്കരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലാവും. അവൾ കാൽക്കൽ തൊട്ട് നെറുകിൽ വെച്ച് അവൾ ശിരസ് ഉയർത്തിയിട്ട് അച്ഛൻ എന്ന് പറയുന്ന ഒരു സന്ദർഭം. ഇത് കണ്ട ഉടനെ അയ്യോ ഞാൻ മറന്നല്ലോ എന്ന രീതിയിൽ മകനും അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിക്കും. അയാൾ തിരിച്ചു പോരും. ഒരിക്കലും മകൻ വരില്ല എന്നറിഞ്ഞ അയാൾ തിരിച്ചു പോരും. തിരിച്ചു പോന്നിട്ട് വീട്ടിൽ അയാളെ കാത്തു നിൽക്കുന്ന ഈ അപ്പുവിനെ കാത്തു നിൽക്കുന്ന ഇയാളുടെ ഭാര്യയും മക്കളും അവരോട് പറയും ഫ്ലൈറ്റ് വന്നില്ല. അങ്ങനെ ഒരു നുണ പറയുമ്പോൾ ഫ്ലൈറ്റ് വന്നില്ല. അയാൾ ആ നുണ പറഞ്ഞ് പിന്നെ വഴുതി വീഴുന്നത് ഒരുതരം മാനസിക വിഭ്രാന്തിയിലേക്ക് വഴുതി വീണ് ആ കഥാപാത്രം ജീവിതത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന രീതിയിലേക്ക് എം.ടി. ആ കഥാപാത്രത്തെ കൊണ്ടുചെന്ന് നിർത്തുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. എന്താണ് ഈ കഥയുടെ പ്രത്യേകത എന്ന് ആലോചിക്കുമ്പോൾ റൊളാങ് ബാർത്ത് പറയും, ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ എഴുത്തുകാരൻ അവിടെ മരിച്ചു പോകുന്നു. പിന്നീട് എഴുത്തുകാരനെ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. ആ പാഠം മാത്രമാണ്, നമ്മുടെ മുന്നിലുള്ള ആ ടെക്സ്റ്റ് മാത്രമാണ് നിയാമകം. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുള്ളൂ എന്ന് പറയും. എഴുത്തുകാരനെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറയും. പക്ഷേ ഈ കഥ മുന്നിൽ വരുന്ന സമയത്ത് എം.ടിയുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു തലം ഈ കഥയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ അല്ല സംഭവിച്ചുള്ളതെന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാനാവും. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ 2 ഭാര്യമാരുണ്ട്. അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ച പ്രമീളാദേവി എന്ന് പറയുന്ന പ്രമീള ടീച്ചർ അസാമാന്യമായി എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തിരുന്ന, അസാമാന്യമായി എം.ടിയുടെ കഥകളെ തന്നെ അസാമാന്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്ന അത്ഭുത പ്രതിഭ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയായിരുന്നു പ്രമീള നായർ എന്ന് പറയുന്ന ടീച്ചർ. അവരെ വിവാഹം കഴിച്ചതിൽ അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, സിതാര എന്നാണ് പേര്. അച്ഛനും മകളും വളരെ സ്നേഹപൂർവ്വം ജീവിക്കുന്ന ആൾക്കാരാണ്. ആ പെൺകുട്ടി വിദേശത്താണ്. അദ്ദേഹം അവരെ കാണാൻ വേണ്ടി പോകാറുണ്ട്, അവരുടെ കൂടെ താമസിക്കാറുണ്ട്. വളരെ സ്നേഹമയിയായിട്ടുള്ള പെൺകുട്ടിയാണ്. എം.ടി അദ്ദേഹത്തോട് മകളോട് വളരെ സ്നേഹത്തിലാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയാണ് സരസ്വതി ടീച്ചർ ഇപ്പോഴുള്ള. അവരുടെ മകളാണ് അശ്വതി. ഈ കുടുംബം വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു എലമെൻ്റ് ഊരിയെടുത്തിട്ടുണ്ട്. ഈ കഥ ഇതിനകത്തുനിന്ന് ഒരു എലമെൻ്റ് ഊരിയെടുത്തിട്ടുണ്ട്. തൻ്റെ ഇതിൽ ശ്രദ്ധിക്കേണ്ട അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ എനിക്ക് തോന്നാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന അപ്പു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു പരാമർശവും കഥയ്ക്കകത്തില്ല. ഒരു പരാമർശമില്ല. ഇതേപോലെ തന്നെയായിരുന്നു ഈ ടീച്ചറെ കുറിച്ച് ഒരു പരാമർശവും ജീവിതത്തിൽ പിന്നീട് എം.ടി നടത്തിയിട്ടില്ല. പ്രമീള ടീച്ചറെ കുറിച്ച് ഒരു പരാമർശവും എം.ടി ജീവിതത്തിൽ നടത്തിയിട്ടില്ല. മകളെ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം മകളോടും മകൾ അദ്ദേഹത്തോടും പെരുമാറി. ആ ഒരു സന്ദർഭത്തെ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് എം.ടി അധ്യാരോപം ചെയ്തതാണ് എന്ന് ഇത് വായിച്ച കാലം മുതൽക്ക് എനിക്ക് ഉള്ളിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം.
അങ്ങനെ ഒരു സന്ദർഭത്തെ അങ്ങനെ ഒരു സന്ദർഭത്തെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഒരു 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 വ്യതിയാനം, അങ്ങനെ പറയാനാവും. അത് തെറ്റ് തകരാറെന്നല്ല ഞാൻ പറയാം, അതൊരു വ്യതിയാനമാണ്. ആ ഒരു വ്യതിയാനത്തിൽ പരിക്ക് പറ്റിപ്പോയ ആൾക്കാരുണ്ടോ, ആ പരിക്ക് പറ്റിപ്പോയ ആൾക്കാർ അത് ആ പരിക്കിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന ഒരു തോന്നലിനെ ഡെവലപ്പ് ചെയ്യുന്നിടത്ത് വെച്ചാണ് ഈ കഥ ഉണ്ടാവുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയില്ല. ഇതിൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പക്ഷേ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ പിതൃപുത്ര ബന്ധത്തെക്കുറിച്ചുള്ള. ഇതിനകത്ത് പിതൃപുത്ര ബന്ധം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ആ കഥാപാത്രത്തിൻ്റെ, ചിത്രകാരനായ കഥാപാത്രത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടേ സംസാരിക്കാനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മകനിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധ്യമല്ല. കാരണം മകനെ സംബന്ധിച്ച് ഇങ്ങനൊരു അച്ഛൻ അയാളുടെ ജീവിതത്തിലില്ല, ഇങ്ങനെ ഒരു അച്ഛൻ അയാളുടെ ജീവിതത്തിൽ എവിടെയുമില്ല. അയാൾ വളർന്ന സാഹചര്യങ്ങളിലോ അയാൾ മുതിർന്നു പോകുന്ന സാഹചര്യങ്ങളിലോ അയാൾ എടുക്കുന്ന പ്രധാനപ്പെട്ട ജീവിത തീരുമാനങ്ങളുടെ ഗതികളിലോ ഒന്നും ഇങ്ങനെ ഒരു അച്ഛനില്ല. ഇങ്ങനെ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഗതിയിലും വിഗതിയിലും ഈ അച്ഛനെ അയാൾ പ്രവേശിപ്പിക്കുന്നു പോലുമില്ല. അതാണ് അയാൾ മറ്റേ പാരീസിലേക്ക് പോകുന്നു, ഫ്രാൻസിലേക്ക് പോകുന്ന വഴിയിൽ ബോംബെ വഴിയാണ് പോകുന്നത്. സ്വാഭാവികമായും ബോംബെ വഴിയാണ് പോകുന്നത് എന്ന് കേവല ബന്ധം പരസ്പരം ഉണ്ടായിരുന്ന അച്ഛനെ അറിയിക്കുന്നു. അവിടെ വെച്ച് കണ്ടുപിരിയാനേ അയാൾക്ക് താല്പര്യമുള്ളൂ. അച്ഛന് അതിനപ്പുറം താല്പര്യങ്ങളുണ്ട്. അച്ഛന് മകനെ സ്വന്തമായി കിട്ടണമെന്ന് താല്പര്യമുണ്ട്, മകൻ തന്നെ അറിയണമെന്ന് താല്പര്യമുണ്ട്, തൻ്റെ കഴിവുകളെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ട്. തൻ്റെ കഴിവുകളെക്കുറിച്ച് മകൻ അറിയാം. അയാളുടെ വധുവിനോട് അയാൾ പറഞ്ഞിട്ടുണ്ട്, ചിത്രകാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വലിയ ബഹുമാനം അവളുടെ കണ്ണുകളിലുണ്ട് എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പം മകൻ തന്നെ അംഗീകരിക്കണമെന്നും അച്ഛനായി തന്നെ അംഗീകരിക്കണമെന്നും അച്ഛനായി കൂടെ കൂട്ടണമെന്നും മകൻ്റെ ഒരു തണൽ തനിക്ക് ഉണ്ടാവണമെന്നൊക്കെ ഇയാൾ കൊതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനിക്ക് ഈ തണലിനോടൊപ്പം തന്നെ തൻ്റെ പുതിയ കുടുംബത്തോടും മകന് ആത്മബന്ധം ഉണ്ടാകണമെന്ന ആഗ്രഹം അയാൾക്കുണ്ട്. അതൊക്കെ അങ്ങനെ നിൽക്കേ മകൻ അതൊന്നും വിഷയമല്ല. അങ്ങനെ ഒരു അച്ഛൻ ജീവിതത്തിലില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എം ടിയുടെ കഥാപാത്രങ്ങളിൽ പലരും തങ്ങളെ നിരസിച്ചവരോട് കഠിനമായി പക വെച്ച് പെരുമാറി പ്രതികാരം ചെയ്തവരാണ്. അങ്ങനെയാണ് തങ്ങളെ നിരസിച്ച ആൾക്കാരെ പക വെച്ച് പെരുമാറിയിട്ട് അങ്ങനെ ഫീസടയ്ക്കാനുള്ള കാശിന്, നാലുകെട്ടിലെ അപ്പുണ്ണി ഫീസടയ്ക്കാനുള്ള കാശിന് വല്യമ്മാവയുടെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ, വല്യമ്മാവോടല്ല കുട്ടിയമ്മാവോട് ചോദിക്കും, കുട്ടിയമ്മാവയുടെ അടുത്ത് അപ്പോൾ കുറച്ച് പൈസ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഫീസടയ്ക്കാൻ കാശ് ചോദിക്കുമ്പോൾ അയാൾ അപ്പുണ്ണിയോട് പറയും, ഇനിയിപ്പോൾ പഠിച്ചിട്ട് പോയിട്ടല്ലേ അപ്പോൾ തുക്കിടി സാഹിബ് ആവാൻ പോണത്. പിന്നീട് ഇവൻ വളർന്ന് വലുതായി സമ്പന്നനായി തിരിച്ചു വരുന്ന കാലത്ത് ഈ കുട്ടിയമ്മാമ അയാളുടെ മകളെ ഇവന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ വളരെ ക്രൂരമായിട്ട് കുട്ടിയമ്മാമോട് അപ്പുണ്ണി തിരിച്ചു പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ തുക്കിടി സാഹിബ് ഒന്നും ആയിട്ടില്ലല്ലോ കുട്ടിയമ്മാമേ എന്ന് പറയുന്ന ഒരു കഥാപാത്രമല്ല, നിരവധി കഥാപാത്രങ്ങളെ ഇങ്ങനെ ജീവിതാനുഭവങ്ങളെ പക പോലെ കൊണ്ട് നടന്ന് വളർത്തി തിരിച്ച് ആയുധമെടുത്ത് ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ എം ടിയുടെ കഥയിലുണ്ട്. ഈ കഥയ്ക്കകത്ത് അത് മകനാണ്. ഈ കഥയ്ക്കകത്ത് മകൻ സത്യത്തിൽ നിശബ്ദമായ പ്രതികാരമാണ് ഈ മനുഷ്യനോട് നിർവഹിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആരുമല്ലാതിരുന്ന, ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തണലാകേണ്ടിയിരുന്ന അച്ഛൻ എന്ന് പറയുന്ന സങ്കല്പവും സ്ഥാപനവും തന്നെ ഇങ്ങനെ അനാഥമാക്കി തീർത്തതിനോടുള്ള ഒരു രൂക്ഷമായ പ്രതികാരം അയാളുടെ ശരീരഭാഷയിൽ പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ തനിക്ക് പറ്റിപ്പോയ ഒരു വ്യതിയാനത്തെ, അത് വീണ്ടും ഞാൻ അങ്ങനെയാണ് പറയുക, അത് അയാൾ ഭാര്യയെ മറന്നു മറ്റൊരു സ്ത്രീ അന്വേഷിച്ചു പോയി, അങ്ങനെ ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഒരു അബറേഷൻ മാത്രമാണ്. അത്തരമൊരു അബറേഷനിൽ ജീവിതത്തിൻ്റെ ഗതി മൊത്തം മാറിപ്പോയ, അത്തരമൊരു വ്യതിയാനത്തിൽ ജീവിതത്തിൻ്റെ ഗതി മൊത്തം മാറിപ്പോയ, ഒരു പക്ഷേ ലോകം അറിയേണ്ട ചിത്രകാരനായി തീരേണ്ടിയിരുന്ന ഒരാൾ ഒരു സാധാരണ ഹിന്ദി പത്രത്തിൻ്റെ, മറവാടിയുടെ ഹിന്ദി പത്രത്തിൻ്റെ അകത്തെ ഈ കാർട്ടൂൺ സ്ട്രിപ്പിന് പെയിൻ്റ് അടിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അന്നത്തെ റൊട്ടിക്ക് വേണ്ടി തൻ്റെ വലിയ കലാപരമായ സിദ്ധികൾ മുഴുവൻ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാധാരണ മനുഷ്യനിലേക്ക് ചുരുങ്ങി പോകുന്നു.
അയാളുടെ വേദനാജനകമായ ഒരു മനസ്സ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ പകയോടുകൂടി മാത്രം ജീവിതാനുഭവങ്ങളെ ചേർത്ത് പിടിച്ച് നടന്നിരുന്ന മനുഷ്യരെ ഫോർഗ്രൗണ്ട് ചെയ്തിരുന്ന എം ടിയുടെ കഥകളിൽ നിന്ന് അത്തരമൊരു മനുഷ്യനെ ഒരു മാർജിനിലേക്ക് നിർത്തിയിട്ട് അങ്ങനെ ഒരു നോട്ടം വന്ന് വീഴുന്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന ഈ മനോദുരിതം അനുഭവിക്കുന്ന ഒരാളെ കഥയുടെ പ്രധാന സ്ഥലത്ത് നിർത്തിയിട്ട്, അച്ഛനെ പ്രധാന സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് കഥ വായിച്ചു തീരുമ്പോൾ ഇതിൽ ആരോടാണ് ആഭിമുഖ്യം തോന്നുക എന്നൊരു ചോദ്യം വരുന്നത്. തീർച്ചയായും നാലുകെട്ട് വായിക്കുമ്പോൾ നമുക്ക് അപ്പുണ്ണിയോട് തന്നെയാണ് ആഭിമുഖ്യം തോന്നുന്നത്. അയാൾ അത് തന്നെയാണ് പറയേണ്ടതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അയാൾ അനുഭവിച്ച ജീവിതത്തിൻ്റെ ദുഃഖവും ദുരിതവും, കുട്ടിയായിരിക്കെ അനുഭവിച്ച ജീവിതത്തിൻ്റെ ദുഃഖവും ദുരിതവും അത് ചെറിയ ദുഃഖവും ദുരിതമായിരുന്നില്ല. അതനുഭവിക്കുന്ന കാലത്ത് അയാളുടെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരായിരുന്നവരൊന്നും അയാളുടെ കൂടെ നിന്നില്ല. സ്വാഭാവികമായിട്ടും അയാൾക്ക് അത്തരം നിലപാടുകൾ തൻ്റെ ജീവിതത്തോട് വിരുദ്ധമായ നിലപാടെടുത്തവരോട് കഠിനമായി തന്നെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടെന്നാണ് നമ്മൾ ഒപ്പം നിന്ന് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ പോകുന്ന നിലയിൽ അതിനിരയാവുന്ന മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് എന്നുണ്ട്. അങ്ങനെ എം ടി നോക്കിയ ഒരേ ഒരു സന്ദർഭമാണ് ഈ കഥ. ഈ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു വ്യതിയാനം കൊണ്ട് അനുഭവിക്കേണ്ട വലിയ കഷ്ടതകൾ മുഴുവൻ അനുഭവിച്ച് തീർന്നിട്ടും ആ വ്യതിയാനത്തിന് ഇരയായവർ ഒട്ടും കാരുണ്യമില്ലാതെ ചവിട്ടി തേക്കുന്നത് എത്ര കണ്ട് മാനുഷികമാണ് എന്ന ഒരു വലിയ ചോദ്യം പെരുമഴയുടെ പിറ്റേന്ന് ആ ടൈറ്റിലേക്ക് കഥ വന്ന് വീഴുകയാണ്. അതാണ് വലിയ മഴ, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഴ പെയ്യാനിരുന്ന ഒരു ദിവസം എന്ന അർത്ഥത്തിൽ നിന്ന്, പെയ്തു കഴിഞ്ഞ ഒരു ദിവസം എന്ന അർത്ഥത്തിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാസങ്കടത്തിൻ്റെ പെരുമഴ പെയ്തു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അയാളെങ്ങനെ തകർന്ന് അടിഞ്ഞ് അസ്തമിച്ചു പോയി എന്ന ഒരു പിൻ പോയിൻ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കഥ വെളിച്ചം വീശി നിൽക്കുകയും ചെയ്യും. എം ടിയുടെ ഈ ആഖ്യാനത്തിൻ്റെ ചാരുത സത്യത്തിൽ ഈ കഥയിലും വളരെ വളരെ തീവ്രമായി നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, എം ടിയെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ വാചകങ്ങൾ എവിടെയും എം ടി കഥയിൽ എഴുതില്ല. വളരെ ചെറിയ ചൂർണികാപ്രായത്തിലുള്ള വളരെ ചെറിയ 3-4 വാക്കുകളുള്ള ചെറിയ ചൂർണികാപ്രായ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റയടി വെച്ച് നടന്നു പോകുന്ന മനുഷ്യനെ പോലെ എം ടി പറയുകയാണ് ചെയ്യുക. കഥ എഴുതുകയല്ല ചെയ്യുക, കഥ പറയുകയാണ് ചെയ്യുക. ഈ പറച്ചിലിൻ്റെ ഒരു ഭാഷ ഉപയോഗിച്ചിട്ട് എം ടി ഈ കഥയും അങ്ങനെയാണ് അത് മനോഹരമാവുന്നത്. എം ടിയുടെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്ന് എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി, ഏറ്റവും മികച്ച കഥയിൽ ഒന്നെന്ന് പറയില്ലെങ്കിൽ കൂടി ആ കഥയെ മാത്രം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഷയില്ല, അതിൻ്റെ ക്രാഫ്റ്റില്ല, അതിൻ്റെ പ്രമേയ പരിചരണത്തിൽ അതിൽ എം ടി അതുവരെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു നിലപാടെടുക്കുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും ജീവിതാനുഭവങ്ങളുടെ തല്ലേറ്റ് തകർന്നു പോയവർ, അങ്ങനെ തകരുന്ന കാലത്ത് തങ്ങൾക്കൊപ്പം നിൽക്കാതിരുന്ന മനുഷ്യരെ വളരെ കഠിനമായ ഹൃദയത്തോടു കൂടി നേരിടുന്ന കഥാപാത്രങ്ങളുള്ള ലോകമാണ്. അങ്ങനെയുള്ള ഒരു ലോകത്ത് നിന്ന് എം ടി അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ സൈഡ് ലൈൻ ചെയ്ത് നിർത്തിയിട്ട് അയാളുടെ നോട്ടത്തിൻ്റെ നടുക്ക് വന്ന് വീഴുന്ന ഇരയാകുന്ന ആ ആൾ, അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ വ്യതിയാനം, ആ ചെറിയ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അത് വലിയതല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത് ചെറിയ വ്യതിയാനങ്ങളാണ്. ചെറിയ വ്യതിയാനങ്ങളാണ് പിന്നീട് മഹാസംഭവങ്ങളായി തീരുന്നത്. അങ്ങനെ തീർന്നു പോയ ഒരു വ്യതിയാനം, ഒരാളുടെ ജീവിതത്തിലെ വ്യതിയാനം, അതിന് നേർക്കുണ്ടാകുന്ന നിലപാടുകൾ, മനുഷ്യനെ എങ്ങനെയാണ് നിർവചിക്കേണ്ടത്, ഒരു മനുഷ്യനെ എങ്ങനെയാണ് നിർവചിക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് നിർവചിക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്, ഇതൊക്കെ അങ്ങേയറ്റം സങ്കീർണമായ ചില സംഗതികളാണ് എന്ന്
കൃത്യമായി അനുഭവപ്പെടുത്തുന്ന കഥകളിലൊന്നാണ് ഈ പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന കഥ. എം ടി ഒരുപക്ഷെ കാരൂരിന് ശേഷം, ഞാൻ അങ്ങനെ തന്നെ പറയും, ഒരുപക്ഷെ കാരൂരിന് ശേഷം മലയാളത്തിൻ്റെ കഥ കണ്ട ഏറ്റവും വലിയ രാജശില്പി തന്നെയാണ്. രാജശില്പിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ, ഏറ്റവും എന്താ പറയുക, അശ്രദ്ധമായി അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു കളിമൺ ശില്പത്തിന് പോലും അസാമാന്യമായ ജീവൻ തുടിക്കും എന്നത് വസ്തുതയാണെങ്കിൽ ഈ കഥയും ഒരുപക്ഷെ മലയാളത്തിലെ മികച്ച കഥകളിലൊന്നാണ്. ഒരിക്കലും അത് എം ടിയുടെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്ന് അല്ലാതിരിക്കെ തന്നെ. നന്ദി.